വെൽക്കം ടു യുവർ ഹെൽത്ത് ആൻഡ് വെൽനസ്. ഹൈലൂറിക് ആസിഡ് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കോസ്മെറ്റിക് പ്രൊഡക്റ്റ് ആണല്ലോ. നമ്മൾ കണ്ണിലുണ്ടാകുന്ന ഡ്രൈനെസ്, പുകച്ചിൽ, അതിന് വളരെ എഫക്റ്റീവ് ആണ് ഹൈലൂറിക് ആസിഡ് ഐ ഡ്രോപ്പുകൾ. ഇന്ന് ഫാർമസികളിൽ ധാരാളമായിട്ട് ലഭിക്കുന്നു ഹൈലൂറിക് ആസിഡ് അടങ്ങിയ ഐ ഡ്രോപ്പുകൾ. ഹൈലൂറിക് ആസിഡിന് ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ടെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. അത് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക. ഞാൻ പറയുന്ന മെത്തേഡിൽ ഹൈലൂറിക് ആസിഡ് ഒപ്താൽമിക് സൊല്യൂഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 4 ബെനിഫിറ്റുകൾ കിട്ടും. കണ്ണിന് നല്ല ഗ്ലോ കിട്ടുന്നു, കണ്ണിന് ചുറ്റുമുള്ള റിങ്കിൾസുകൾ മാറുന്നു, കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾ മാറുന്നു, മൂക്കിന് നല്ല ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടുന്നു. മിക്ക ആളുകളുടെയും പ്രശ്നമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ലാപ്ടോപ്പിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും മൊബൈലിൻ്റെയും ഉപയോഗം മൂലം കണ്ണിനുണ്ടാകുന്ന സ്ട്രെസ്സ് മൂലം കണ്ണ് പെട്ടെന്ന് ഡ്രൈ ആയി പോവുക, കണ്ണിന് പുകച്ചിലുണ്ടാകുക, കണ്ണിന് ചുറ്റുമായിട്ട് ഡാർക്ക് സർക്കിൾ രൂപപ്പെടുക, കണ്ണിൻ്റെ താഴെ ഭാഗങ്ങളും സൈഡിലേക്കായിട്ട് ചുളിവുകൾ വരിക. ഞാൻ പറയുന്ന ഒരു മെത്തേഡിൽ നിങ്ങൾ ഹൈലൂറിക് ആസിഡ് ഐ ഡ്രോപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങളുടെ ഡാർക്ക് സർക്കിളുകളും റിങ്കിൾസുകളും നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. നിങ്ങൾക്ക് കണ്ണിന് ഈ ഡ്രൈനെസ്സിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ പുകച്ചിലിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു തുള്ളി ആദ്യം രണ്ട് കണ്ണിൽ ഉറ്റിക്കുക. എന്നിട്ട് 2-3 സെക്കൻഡുകൾക്ക് ശേഷം വീണ്ടും അടുത്ത തുള്ളി ഉറ്റിക്കുക. ആ സമയങ്ങളിൽ നിങ്ങളെ കണ്ണുനീരുമായി കലർന്ന് കണ്ണ് നിറഞ്ഞിരിക്കും. ആ സമയത്ത് നിങ്ങൾ കണ്ണ് തുടയ്ക്കരുതോ കണ്ണ് ശക്തിയായിട്ട് ചിമ്മുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈലൂറിക് ആസിഡ് അടങ്ങിയ കണ്ണുനീരെല്ലാം നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾ കുറച്ച് നേരം കണ്ണ് തുറന്നു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കണ്ണുനീര് മൂക്കിലേക്ക് ഇറങ്ങും. നാസോ ലാക്രിമൽ ഡക്റ്റ് വഴി മൂക്കിലേക്ക് എത്തും. ആ മൂക്കിലേക്ക് എത്തുന്നതിന് വഴി നിങ്ങൾക്ക് മൂക്കിൽ നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടും. ഹൈലൂറിക് ആസിഡിൻ്റെ ഒരു ബെനിഫിറ്റാണ് അതിൻ്റെ മോളിക്കുലർ വെയ്റ്റിനേക്കാളും 1000 മടങ്ങ് വാട്ടർ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി അതിനുണ്ട്. മോയ്സ്ചറൈസറായിട്ട് നിലനിർത്താനുള്ള കപ്പാസിറ്റി ഹൈലൂറിക് ആസിഡിനുണ്ട്. ആ ഒരു ബെനിഫിറ്റാണ് ഇവിടെയും യൂട്ടിലൈസ് ആവുന്നത്. അപ്പോൾ കണ്ണിൽ നിങ്ങൾ ഉറ്റിക്കുന്നത് ആദ്യം ഒരു തുള്ളി ഉറ്റിക്കുക, പിന്നെ 2-3 സെക്കൻഡുകൾ വെയിറ്റ് ചെയ്തതിന് ശേഷം അടുത്ത തുള്ളി ഉറ്റിക്കുക. നിറഞ്ഞ് പുറത്തേക്ക് പോവാണ്ട് നോക്കുക. കുറച്ച് നേരം കണ്ണ് അതേപോലെ തുറന്ന് വെച്ചിരിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാസോ ലാക്രിമൽ ഡക്റ്റിലൂടെ ഹൈലൂറിക് ആസിഡ് മൂക്കിലേക്ക് എത്തുന്നു. അതുവഴി നിങ്ങളെ മൂക്കിൻ്റെ ഉൾവശം മൊത്തം മോയ്സ്ചറൈസർ ആക്കും. അതൊരു മെത്തേഡ് വഴി നിങ്ങൾക്ക് 2 കാര്യങ്ങൾ ലഭിക്കുന്നു. അതായത് കണ്ണിന് നല്ല ഗ്ലോ കിട്ടുന്നു, കണ്ണിൻ്റെ പുകച്ചിൽ മാറുന്നു, എപ്പോഴും ഒരു മോയ്സ്ചറൈസറായി നിൽക്കുന്നു. അതേപോലെ തന്നെ നാസൽ കനാലിലും നല്ലൊരു മോയ്സ്ചറായിട്ട് ഹൈലൂറിക് ആസിഡ് പ്രവർത്തിക്കുന്നു. ഒരുപാട് ആൾക്കാർ AC-യിൽ നിൽക്കുന്നവരാണ്, പെട്ടെന്ന് മൂക്കൊക്കെ ഡ്രൈ ആവും. അതേപോലെ ചൂടുള്ള കാലാവസ്ഥയിൽ താമസിക്കുന്നവരാകുമ്പോൾ അപ്പോഴും മൂക്കെല്ലാം ഡ്രൈ ആവും. കണ്ണിലുണ്ടാകുന്ന ഡ്രൈനെസ്സിനെ മാറ്റിയെടുക്കാം. അതേപോലെ മൂക്കിലുണ്ടാകുന്ന ഡ്രൈനെസ്സിനെയും നിങ്ങൾക്ക് ഇതേപോലെ ഹൈലൂറിക് ആസിഡ് ഒപ്താൽമിക് സൊല്യൂഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാറ്റിയെടുക്കാൻ പറ്റും. അടുത്തതായിട്ട് പറയാൻ പോകുന്നത്, നിങ്ങൾ ഉപയോഗിക്കുന്ന ഹൈലൂറിക് ആസിഡ് ഒപ്താൽമിക് സൊല്യൂഷൻ്റെ ഓരോ തുള്ളിയും കൺപോളയിൽ ഒറ്റിച്ചതിന് ശേഷം നിങ്ങൾ കൈകൊണ്ട് റൗണ്ട് ഷേപ്പിൽ അത് എല്ലാ ഭാഗത്തിലാക്കി വെക്കും. അതുമൂലം നിങ്ങൾക്ക് കണ്ണിൻ്റെ താഴ്ഭാഗത്ത് നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടും. ഡാർക്ക് സർക്കിള് മാറ്റപ്പെടും. അതുകൊണ്ട് റിങ്കിൾസുകളും നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇങ്ങനെ നിങ്ങൾ 1 മാസം ചെയ്താൽ തന്നെ കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാടുകൾ, റിങ്കിൾസുകൾ പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാക്കിയിട്ട് ഒരു നല്ലൊരു ഗ്ലോ കിട്ടാനും ഒരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി നിലനിർത്താനും ഇതുകൊണ്ട് സാധിക്കും. സാധാരണഗതിയിൽ മുഖത്തേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണിന് ചുറ്റും കറുത്ത പാടുകൾ അതേപോലെ റിങ്കിൾസുകളൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നല്ല പ്രായമുണ്ടെന്ന് തോന്നിക്കും. പക്ഷേ ഇത് ഉപയോഗിക്കുന്നത് മൂലം നിങ്ങളുടെ കണ്ണിൻ്റെ ചുറ്റുമുള്ള കറുത്ത പാടുകൾ പോകുന്നു, റിങ്കിൾസുകൾ മാറുന്നു. ചില ആൾക്കാർക്ക് സംശയങ്ങളുണ്ടാകും, ഇത് കണ്ണിലുറ്റിക്കുന്ന മരുന്ന് കൺപോളയിൽ ഉറ്റിക്കാൻ പറ്റുമോ എന്ന്. തീർച്ചയായിട്ടും പറ്റും. കാരണം കണ്ണിലുറ്റിക്കുന്ന ഈ ഹൈലൂറിക് ആസിഡ് മോയ്സ്ചറൈസിങ് സൊല്യൂഷന് സ്റ്റെറൈൽ പ്രൊഡക്റ്റ് ആണ്. കണ്ണിലുറ്റിക്കാമെങ്കിൽ തീർച്ചയായിട്ടും കണ്ണിൻ്റെ പുറത്ത് ഉപയോഗിക്കുന്നതുകൊണ്ടും യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കുന്നില്ല. കണ്ണിൽ മോയ്സ്ചറൈസറായിട്ട് ഹൈലൂറിക് ആസിഡ് ഒപ്താൽമിക് സൊല്യൂഷൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നല്ലൊരു ബെനിഫിറ്റ് നിങ്ങൾക്ക് ഇത് കൊണ്ടുണ്ടാകും. കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക് സർക്കിളുകൾ, റിങ്കിൾസുകൾ, കണ്ണിന് നല്ല ഗ്ലോ, അതേപോലെ മൂക്കിന് നല്ല ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടുന്നു. അപ്പോൾ അടുത്തൊരു വിഷയമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഫ്രം യുവർ ഹെൽത്ത് ആൻഡ് വെൽനസ്.